ഹലോ ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന SCRT ചാപ്റ്ററാണ്. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എന്താണെന്ന് ബേസിക് ഫാക്ട്സ് മാത്രമേ, 5ാം ക്ലാസ്സാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ബേസിക് ഫാക്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, പഠിക്കുക. ഓക്കെ, ജനങ്ങളാൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തായിരിക്കും? ജനാധിപത്യത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ജനാധിപത്യം. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ജനാധിപത്യം നമുക്കുള്ളൊരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. കുറച്ച് പത്ര കട്ടിങ്സ് ആണ് കാണുന്നത്. എന്താണ്? പഞ്ചായത്ത് ഇടപെട്ടു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടെ നോക്കിയാൽ വാർഡ്സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാ ക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പ് നൽകി. സമ്പൂർണ്ണ വൈദ്യുതവൽക്കരണം പ്രഖ്യാപനം ഉടൻ. റോഡരികിലെ മാലിന്യ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ജനങ്ങളുടെ എന്താണ് ഒരു പ്രാഥമിക ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? പഞ്ചായത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഇടപെടുന്നു. അവരിടപെട്ടത് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്നൊക്കെയാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? കൂടുതലായിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ ദൂരീകരിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രാഥമിക ആവശ്യങ്ങൾ ഇവിടെ നിന്ന് ഒരു അടിസ്ഥാന തലത്തിൽ നിന്ന് പരിഹരിക്കപ്പെടുന്നത് പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് സഭയിൽ നിന്നൊക്കെയാണെന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പഠിച്ചു പോകാം. ഇവിടെ നോക്കിയേ, ഒരു പ്രദേശത്തെ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളാണ് മുകളിൽ നമ്മൾ കണ്ടത്. ഓക്കെ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എന്താ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം. എവിടെ? ഭരണകാര്യങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പോയിൻ്റാണ്, അത് പഠിച്ചു പോകുക. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ജനാധിപത്യം? ഒരു ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളോ എന്ത് ചെയ്യുന്നു? അവിടെ ഭരണപരമായ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഓക്കെ, ഇത്ര ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നു. അതൊരു പോയിൻ്റാണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. എന്താണ് ഇവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്നു. എവിടെ? ഭരണകാര്യങ്ങളിൽ. അടുത്ത എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഏതൊക്കെയാണ്? ഏറ്റവും താഴെ നമുക്കറിയാം എന്താണ്? ഗ്രാമപഞ്ചായത്ത്. അതിന് തൊട്ട് മുകളിൽ എന്തായിരിക്കും? ബ്ലോക്ക് പഞ്ചായത്ത്. അതിന് തൊട്ട് മുകളിൽ എന്തായിരിക്കും? ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപ്രദേശങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്. എന്താണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താവും? അത് അവിടുത്തെ ഭരണസ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലാവുമ്പോൾ എന്താവും? അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിലോട്ട് വരുമ്പോൾ എന്താവും? മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ആവും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാം. ഓക്കെ, അതൊരു പോയിന്റ് പഠിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 3 തട്ടായിട്ടുണ്ട്. ഏതാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അത് നഗരപ്രദേശങ്ങളിലോട്ട് വരുമ്പോൾ എന്താവും? അത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണ കാര്യങ്ങൾ എന്ത് ചെയ്യാം? പങ്കെടുക്കാം, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് പറയുന്നത് ജനാധിപത്യം വേരുകൾ തേടി. അതായത് ജനാധിപത്യം വേരുകൾ തേടി, അതായത് എവിടെ നിന്നാണ് ജനാധിപത്യം ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, യൂറോപ്പിൻ്റെ ഒരു മാപ്പുണ്ട്. മാപ്പിൽ 2 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, എയും ബിയും. എ എന്താണെന്ന് പറയുന്നത്? പറയുന്നു ഗ്രീസ് ഉണ്ട്. പച്ച നിറത്തിൽ എന്താണ്? യുണൈറ്റഡ് കിങ്ഡം. ഇത് മൊത്തവും യൂറോപ്പ്. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. പുരാതന ഗ്രീക്ക്. ഇവിടെ നേരത്തെ ഗ്രീക്ക് ഏത് നിറത്തിലാണ് പറഞ്ഞത്? വയലറ്റ് കളറിൽ പറഞ്ഞിട്ട് ഗ്രീക്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ആര്? ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ എന്താ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. പുരാതന ഗ്രീക്കാണേ
ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ജനാധിപത്യം അല്ലെങ്കിൽ എന്താ ഡെമോക്രസി എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ എന്താ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന പേര് കൊണ്ടുവന്നത്. ആര്? ഹെറോഡോട്ടസ്. ആര്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ്. അപ്പോൾ ഏതൊക്കെ വാക്കുകൾ ചേർന്നാണ് ജനാധിപത്യം എന്ന വേർഡ് ഉണ്ടായത്? ജനങ്ങളെന്നും അധികാരങ്ങളെന്നും. ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ ഡെമോസ് എന്നും ക്രട്ടോസ് എന്നും രണ്ട് വാക്കുകൾ ചേർന്ന് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന വാക്ക് രൂപപ്പെട്ടു. ആര് രൂപപ്പെടുത്തി? ഹെറോഡോട്ടസ്. ഓക്കെ. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം. ജനാധിപത്യം ആദ്യമായിട്ട് ഉദയം ചെയ്ത് എവിടെയാണ്? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് രൂപം കൊണ്ടത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞാൽ പുരാതന ഗ്രീൻസിലെ ഏതൻസിലാണ് എന്താണ് ജനാധിപത്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് രൂപപ്പെട്ടത്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു പോരായ്മയാണ് പറയുന്നത്, എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല എങ്കിലും ജനാധിപത്യം എന്ന ആശയം രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഏതൻസിൽ രൂപപ്പെട്ട ജനാധിപത്യം. അപ്പോൾ എന്താ പറഞ്ഞേ? പുരാതന ഗ്രീസിലെ ഏതൻസിൽ ജനാധിപത്യം എന്ന ആശയം നിലവിൽ വന്നു അല്ലെങ്കിൽ രൂപപ്പെടുത്തി. അവിടെ രൂപപ്പെട്ട ജനാധിപത്യത്തിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞേ? ഒരു ഡ്രോബാക്ക് പറഞ്ഞ എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണകാര്യങ്ങളിൽ ഇടപെടുത്തിയിരുന്നില്ല. അതെന്താണ്? ആദ്യമായിട്ട് ഉദയം ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിക്കൊണ്ടാണ് ആധുനിക ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ജനാധിപത്യം മാറിയത്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതി, അന്ന് നിലവിലുണ്ടായിരുന്ന ജനാധിപത്യ രീതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു. ഇന്ന് നിലവിലുണ്ടായിരുന്ന ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. പോയിന്റ്. പുരാതന രീതിയിലുള്ള ജനാധിപത്യം രൂപപ്പെട്ടത് എവിടെ? ഗ്രീസിലെ ഏതൻസിലാണ്. എങ്കിൽ ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ? UK അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. 2 പോയിന്റ് മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ് പറഞ്ഞാൽ ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇംഗ്ലണ്ട്, UKയുടെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നും. പുരാതന ഗ്രീൻസിലെ ഏതൻസിലാണ് ജനാധിപത്യം എന്ന ആശയം ആദ്യമായി രൂപപ്പെട്ടത്. 2 പോയിന്റ് പറഞ്ഞു. ആദ്യം രൂപപ്പെട്ട ജനാധിപത്യത്തിൽ എന്തില്ലായിരുന്നു? എല്ലാ വിഭാഗം ജനങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റിയില്ല? പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെയാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടതും ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ 3 പോയിന്റ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റുകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഇംഗ്ലണ്ടാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് ഇംഗ്ലണ്ടാണ്. അപ്പോൾ എന്താ പറഞ്ഞേ? ജനാധിപത്യം, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ ആശയങ്ങൾ എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന വേർഡ് രൂപീകരിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും ക്രെറ്റോസ് എന്നാൽ അധികാരം എന്നീ 2 വാക്കുകൾ ചേർത്തുകൊണ്ട് ഡെമോക്രസി അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന വാക്ക് രൂപപ്പെടുത്തി. പിന്നെ പറഞ്ഞു പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യം എന്ന ആശയം ആദ്യമായിട്ട് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. അന്ന് എന്ത് പറ്റിയില്ല? എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭരണപ്രക്രിയയിൽ ഇടപെടുത്താൻ അല്ലെങ്കിൽ പങ്കാളികളാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യം എവിടെ ഉത്ഭവം ചെയ്തു? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ രൂപപ്പെടുത്തി. കൂടാതെ തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ ആശയങ്ങളും അവിടെ ഉടലെടുത്തു. അപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഗ്രാമസഭ? ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണും ഗ്രാമസഭയെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചു പോകാം. ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനമെടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. പോയിന്റ് നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും അഭിപ്രായം പറയാനും നേരിട്ട് ഇടപെടാനുമുള്ള സംവിധാനം ഒരുക്കുന്ന സഭയാണ് ഗ്രാമസഭ. അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. മറ്റൊരു പോയിന്റ്, ഇമ്പോർട്ടൻ്റ് പോയിന്റ്, സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന രീതിയിലൊക്കെ വരാൻ പറ്റിയ പോയിൻ്റാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാവരും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. അത് പഠിച്ചു പോകാം കേട്ടോ.
അപ്പോൾ എന്താണ് ഗ്രാമസഭ? ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും അഭിപ്രായം പറയാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞു. അവിടുത്തെ ഗ്രാമസഭയിൽ അംഗങ്ങൾ ആരാണെന്ന് പറഞ്ഞു? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാ അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളും അവിടുത്തെ അല്ലെങ്കിൽ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. നഗരപ്രദേശങ്ങളിൽ വാർഡ് സഭ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗ്രാമസഭ എന്താണെന്ന് പറഞ്ഞു? ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ ഏറ്റവും പ്രാദേശിക തലത്തിലുള്ള ഭരണ സംവിധാനമാണ് ഗ്രാമസഭ. അതിൻ്റെ തൊട്ട് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരും, അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്ത് വരും. നഗരപ്രദേശങ്ങൾ നേരത്തെ എന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഗ്രാമസഭയുടെ അതേ തലത്തിൽ നഗരപ്രദേശങ്ങൾ എന്താണെന്നറിയപ്പെടും? വാർഡ് സഭ എന്നറിയപ്പെടും. വാർഡ് സഭ എന്നറിയപ്പെടും. ഓക്കെ, നോക്കിക്കേ, ഗ്രാമസഭ നേരത്തെ നമ്മൾ പറഞ്ഞ് ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാം. അതിനുള്ള ഉദാഹരണം കാണിച്ചിരിക്കുന്നു. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. ഒരു ചേട്ടൻ എന്ന് പറയുന്നുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. വേറെ ചേച്ചി പറയുന്നുണ്ട് ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണം. അതുകൊണ്ട് വേറെ അപ്പൂപ്പൻ പറയുന്നു പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും അനുവദിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കൊച്ചു കുട്ടികളല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. എന്താണ് സംഭവം? എന്താണ്? ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം. എവിടെ ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാം. അവിടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഗ്രാമസഭയിൽ നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നുണ്ട്. ഓക്കെ, പോയിന്റ് കിട്ടിയല്ലോ. അടുത്ത് നോക്കിയേ, പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യവും നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയ SCERT ചേർത്ത് വരികയാണ് പങ്കാളിത്ത ജനാധിപത്യം. അപ്പോൾ രണ്ടും പഠിച്ചു വയ്ക്കുക. എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം? എന്താണെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാം. എവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഇവിടെ അത് തന്നെ പറയുന്നത് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താ? പങ്കാളിത്ത ജനാധിപത്യം എന്ന ഒരു വേർഡ് കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ പങ്കാളിത്ത ജനാധിപത്യം എന്താണെന്ന് ചോദിച്ചാലും പ്രത്യക്ഷ ജനാധിപത്യം എന്തെന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം. എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം. ഇവിടെ എന്താണ്? താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനം സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഗ്രാമസഭകളിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം. അവിടെ എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഭൂവിസ്തൃതി കുറവായിരിക്കും, ജനസംഖ്യയും കുറവായിരിക്കും. അതുകൊണ്ടാണ് അവിടെ അത് എളുപ്പം സാധ്യമാകുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിൽ പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, കേരള നിയമസഭ. കേരള സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമനിർമ്മാണ സഭയുടെ ആസ്ഥാനം. നമുക്കറിയാം കേരളത്തിന് വേണ്ടി അല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു സഭയാണെന്ത്? കേരള നിയമനിർമ്മാണ സഭ. അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കിയേ, 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ നിയമനിർമ്മാണ കൗൺസിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. പിന്നെ 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രചാർ സഭ. പിന്നെ 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവയാണ് കേരള നിയമനിർമ്മാണ സഭയുടെ വഴികാട്ടികൾ. അതായത് 1888 സ്ഥാപിതമായ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രചാർ സഭയും 1949 തിരുക്കൊച്ചി മന്ത്രിസഭയുമാണ് നമ്മുടെ ഇന്ന് നിലവിലുള്ള കേരള നിയമസഭയുടെ വഴികാട്ടി. ഓക്കെ, ഇത്ര പഠിച്ചാൽ മതി. അതായത് ഈ 3 സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ 3 സ്ഥാപനത്തിൻ്റെയും വേരുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന എന്ത്? കേരള നിയമസഭ എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, അത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ സ്ഥാപനങ്ങളെന്നും പഠിച്ചു വയ്ക്കുക. 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ വന്നത്. 1904 ശ്രീമൂലം പ്രചാര സഭ. 1949 തിരുക്കൊച്ചി മന്ത്രിസഭ. ഓക്കെ, ഇതൊക്കെ ഒരു ബേസിക് ഫാക്റ്റാണ്, അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അടുത്ത് പറയുന്നത് കേരള നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഇഷ്ടംപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ്. എന്താണ് ആദ്യ സമ്മേളനം? 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഈ ഡേറ്റ് ഉറപ്പായി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 1957 ഏപ്രിൽ 27 കേരള നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏപ്രിൽ 27 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കേരള നിയമസഭയുടെ ഇത്രയും പോയിന്റ് ഉറപ്പായിട്ടും ചോദിക്കുക. ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നു, അവിടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഈ വ്യവസ്ഥയാണ് എന്ത്? പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം. ഇത് എവിടെയാണ് സാധ്യമാകുന്നതെന്ന് പറഞ്ഞു? വളരെ കുറഞ്ഞ ജനസംഖ്യയും ചെറിയ ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ കാമ്യം. അതായത്
ഇത് നടപ്പിലാക്കാൻ ഏറ്റവും എളുപ്പം എവിടെയായിരിക്കും? ചെറിയ ഭൂപ്രദേശങ്ങളിലും ചെറിയ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലും ആയിരിക്കും. അതുകൊണ്ടാണ് ഗ്രാമസഭയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് സാധ്യമാക്കുന്നത്. ഓക്കെ. പിന്നെ കേരള നിയമസഭ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭയാണ് കേരള നിയമസഭ. ഇതിൻ്റെ റൂട്ട് എവിടെ നിന്നാണ് പറഞ്ഞത്? എവിടെയാണ്? 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും 1904 നിലവിൽ വന്ന നമ്മുടെ ശ്രീമൂലം പ്രജാസഭയും 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേർന്ന വർഷം, മാസം, ഡേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. 1957 ഏപ്രിൽ 27. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ. പ്രത്യക്ഷ ജനാധിപത്യം പറഞ്ഞു. ഇപ്പോൾ പരോക്ഷ ജനാധിപത്യം നമ്മൾ കേരള നിയമസഭയും പറഞ്ഞു. കേരള നിയമസഭയിലേക്ക് എങ്ങനെയാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കപ്പെടുന്നത്? ജനങ്ങൾ നേരിട്ട് അവിടെ പോയി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവിടെ എന്താണ്? MLA-മാരായിരിക്കും അല്ലേ? MLA-മാർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? അതായത് നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പിലൂടെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അവരാരായിരിക്കും? നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും. അതായത് നമ്മുടെ പ്രതിനിധിയായിട്ടാണ് അവരവിടെ സംസാരിക്കുന്നത്. നമ്മുടെ പ്രതിനിധിയായിട്ട് പോയിട്ട് നമ്മളെ ആവശ്യങ്ങൾ അവരുന്നയിച്ച് നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അതായത് നമുക്കതിൽ വലിയ റോളില്ല. നമ്മളെ തിരഞ്ഞെടുത്ത് വിടുന്നു. അവരാണ് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ജനപ്രതിനിധിയാണ് MLA-മാർ. ഓക്കെ. അതവരെവിടെയാണ്? കേരള നിയമസഭയിൽ പോയിട്ട് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നിയമസഭ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നോക്കിയേ, പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇവിടെയും 2 വേർഡുണ്ട്. 2 വേർഡും പഠിച്ച് വയ്ക്കുക. പരോക്ഷ ജനാധിപത്യം എന്ന് കേട്ടാൽ നമുക്ക് ആൻസർ ചെയ്യാൻ ഒരു ഇത് നമുക്ക് കോമൺ സെൻസ് വെച്ച് പറ്റും. പക്ഷേ പ്രാതിനിധ്യ ജനാധിപത്യം ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ. അതും കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം പഠിച്ചു വയ്ക്കുക. എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതി. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി, നമ്മൾ വോട്ട് ചെയ്തു, ഒരു MLA വിജയിപ്പിച്ചു. ആ പുള്ളി ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു. ആ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. സിമ്പിൾ അല്ലേ? നമ്മളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു, അയാൾ നമുക്ക് വേണ്ടി ഭരണകാര്യങ്ങളിൽ ഏർപ്പെടുന്നു. നമുക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല. അതാണെന്ത്? പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യം പ്രായോഗികമായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഭൂവിസ്തൃതി കൂടുതലും ജനസംഖ്യ കൂടുതലുള്ള ഇടങ്ങളിൽ എന്തേ സാധ്യമാകൂ? പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ കേസ് പറഞ്ഞു. അവിടെ എന്താണ്? ഭൂവിസ്തൃതി കുറഞ്ഞിടങ്ങളിലും ജനസംഖ്യ കുറഞ്ഞ ഇടങ്ങളിലുമാണ് അത് സാധ്യമാകാൻ എളുപ്പമെന്ന് പറഞ്ഞു. പക്ഷേ അത് വലിയ ക്യാൻവാസിലോട്ട് വരുമ്പോൾ സാധ്യം അല്ല. അവിടെയാണ് എന്ത്? പരോക്ഷ ജനാധിപത്യത്തിൻ്റെയും പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെയും സ്കോപ്പ് വരുന്നത്. ഓക്കെ. എടാ ആലോചിച്ചാൽ മനസ്സിലാവില്ലടാ. ഒരുപാട് ആൾക്കാർ ചേർന്ന് നിന്ന് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റില്ല എന്ന് വെച്ചാൽ അതൊരു കൺക്ലൂഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പ്രദേശത്തിൽ ആൾക്കാർ ചേർന്ന് ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തും ചേർന്ന് തിരഞ്ഞെടുത്ത് വിടുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും. ഒരുപാട് ചേർന്ന് നിന്ന് കാര്യം പറയുമ്പോൾ ആൾ കൂടിയ പാമ്പ് ചാവൂലെന്ന് പറയും പോലെ അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞു. എന്താണ്? ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ. ഇവിടെ നോക്കി, ഇവിടെ ഒരു പട്ടികയുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. നമ്മൾ പറഞ്ഞു ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. പരോക്ഷ ജനാധിപത്യത്തിൽ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ എന്തും പറയാം? നമുക്ക് ജനസംഖ്യ കുറയുമ്പോൾ നമുക്ക് എന്തും പറയാം? ചെറിയ ഭൂപ്രദേശങ്ങളിൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെന്ത് പറയാം? ഇവിടെ ഒരു ഇടനിലക്കാരനുണ്ടോ? നമ്മൾ നേരിട്ട് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തില്ല? ഒരു ഇടനിലക്കാരനില്ല. പിന്നെന്ത് പറയാം? നേരിട്ട് പങ്കാളികളാകുന്നു. നമുക്ക് നേരിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. ഇവിടെ നമുക്ക് കാര്യങ്ങളെല്ലാം എന്താണ്? സുതാര്യമാണ് അല്ലേ? ഇവിടെ എല്ലാം സുതാര്യമാണ്. നേരിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. പരോക്ഷ ജനാധിപത്യത്തിലോട്ട് വരുമ്പോൾ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണെന്ന് പറഞ്ഞു. അതേപോലെ എന്ത് ചെയ്യാം? വലിയ ഭൂപ്രദേശങ്ങളിൽ സാധ്യമാകുന്നു എന്ന് പറയാം അല്ലേ? വലിയ ഭൂപ്രദേശങ്ങളിലാണ് സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെന്ത് പറയാം? ഇവിടെ ഒരു ഇടനിലക്കാരനുണ്ട്. അതായത് നമ്മൾ ജയിപ്പിച്ചിട്ട് ജനപ്രതിനിധിയുണ്ട്, അതൊരു ഇടനിലക്കാരനായി വർത്തിക്കുന്നു ഇല്ലേ? ഇവിടെ ഒരു ഇടനിലക്കാരനുണ്ട്. പിന്നെന്താണ്? ഇവിടെ സുതാര്യമാണോ? ഇവിടെ സുതാര്യമാക്കാനുള്ള വിവരാവകാശ കമ്മീഷനൊക്കെ നിലവിലുണ്ട്. എങ്കിലും സുതാര്യത കുറവാണെന്ന് പറഞ്ഞുകൂടെ നമുക്ക്? സുതാര്യത കുറവാണെന്ന് പറയാം. ഓക്കെ.
പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും അവൻ ഡിഫറൻസ് ആണ് പറഞ്ഞത്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താണ്? ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങൾ, പിന്നെ ചെറിയ പ്രദേശങ്ങൾ സാധ്യമാകുന്നു. അവിടെ ഒരു ഇടനിലക്കാരൻ ഇല്ല, ജനങ്ങൾ നേരിട്ടാണ് പങ്കാളികളാകുന്നത്, സുതാര്യമാണ്. പരോക്ഷ ജനാധിപത്യത്തിലോട്ട് വരുമ്പോൾ എന്താണ്? ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലും വലിയ ഭൂപ്രദേശങ്ങളിലും നിലനിൽക്കുന്നു. അവിടെ ഒരു ഇടനിലക്കാരനുണ്ട്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുണ്ട്, ജനങ്ങൾ നേരിട്ട് ഇടപെടുന്നില്ല. പിന്നെന്താണ്? അവിടെ ഒരു സുതാര്യതയുടെ കുറവ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നോക്കിയേ, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ജനങ്ങൾക്കാണ് പരമാധികാരമെന്ന് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. അത് പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അടുത്ത് പറയുന്നു സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ എന്തില്ല പ്രാതിനിധ്യം കൊടുക്കാതെ എല്ലാവർക്കും സ്വതന്ത്രമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടന്നു വരുന്നത്. അത് നമ്മൾ എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കിത് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ്. പിന്നെ അടുത്ത് പറയുന്നത് ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. അത് നമുക്കറിയാം, ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നറിയാം. അയാൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ തെറ്റുകളും കുറവുകളും കണ്ടുപിടിച്ച് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതെന്ത് ചെയ്യും? മറ്റു ഭരണപക്ഷത്തിരിക്കുന്നവർ അത് തിരുത്താൻ ശ്രമിക്കും. അതാണ് ഇവിടെ ഞാൻ പറയുന്നത്, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഓക്കെ, ഇവിടെ നോക്കി, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ജനങ്ങൾക്കാണ് പരമാധികാരം, ജനങ്ങൾക്കാണ് പരമമായ അധികാരം എന്ന് പറഞ്ഞു. പിന്നെ സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്, ഒരു പക്ഷാഭേദവും ഇല്ലാത്ത തിരഞ്ഞെടുപ്പ്. ആരെയും സർക്കാരോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ സപ്പോർട്ട് ചെയ്യില്ല, എല്ലാവർക്കും തുല്യ പ്രാധാന്യം. കൂടാതെ എന്ത് പറയുന്നു? പ്രതിപക്ഷം. എന്തിനാണ് പ്രതിപക്ഷം? ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഇപ്പോൾ പറയുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണ്. ഇതെന്താണ്? ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിയമവാഴ്ച. അപ്പോൾ എന്താണ് നിയമവാഴ്ച എന്ന് പറഞ്ഞാലും പറയാൻ പറ്റണം. എന്താണ്? നിയമത്തിനുള്ളിൽ എല്ലാവരും തുല്യരാണ്, അതാണ് നിയമവാഴ്ച. അടുത്ത് പറയുന്നത് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. അത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. എന്താണ്? വാർത്താ മാധ്യമങ്ങൾ സർക്കാരിനെയും അല്ലെങ്കിൽ ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ. എങ്ങനെ? സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, ആർക്കും സപ്പോർട്ട് ചെയ്യാതെ സ്വതന്ത്രമായി നിൽക്കുന്ന വാർത്താ മാധ്യമങ്ങൾ. ഓക്കെ, അടുത്ത് പറയുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. എല്ലാവരെയും തുല്യരായും എല്ലാവരും ആരും നിയമത്തിന് അതീതരമില്ല എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഇത്രയാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. 6 പോയിന്റ് പറഞ്ഞു, 6 പോയിന്റും പഠിക്കുക. എന്താണ്? പരമമായ അധികാരം, ജനങ്ങൾക്കാണ് പരമാധികാരം. അടുത്ത് പറയുന്നു സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ്. പിന്നെ ഗവൺമെൻറ്റിന് വിമർശനങ്ങളുടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. അടുത്ത് പറയുന്നു നിയമവാഴ്ച. പിന്നെ പറയുന്നു സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. പിന്നെ പറയുന്നു നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, ആ 6 പോയിന്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാം പഠിച്ചു വയ്ക്കുക, ഒന്നും മിസ്സാകാതെ പഠിക്കുക. ഓക്കെ, അടുത്ത് പറയുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണെന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പം ജസ്റ്റ് പറഞ്ഞു, യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ, വിവേചനങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ജാതി, മതം, വർഗം, ഒരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായി എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, അറിയാം. ഓക്കെ, 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. അതിപ്പോൾ എത്ര വയസ്സാണ്? 18 വയസ്സാണ്. ഓക്കെ, 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. ഇപ്പോൾ എത്രയാണത്? 18 വയസ്സാണ്. ഓക്കെ, അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 1989 വരെ എത്ര വയസ്സ്? വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. അതെത്ര? 18 വയസ്സാക്കി കുറച്ച്. ഭേദഗതി 61-ാം ഭേദഗതിയാണ് കേട്ടോ. 61-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? 21 വയസ്സെന്നുള്ളത് 18 വയസ്സാക്കി കുറച്ചത്. 1989 61-ാം ഭേദഗതി പ്രകാരം 21 വയസ്സെന്നുള്ളത് 18 വയസ്സാക്കി കുറച്ചു. ആരാണ് കുറച്ചതെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയാണ് കേട്ടോ. രാജീവ് ഗാന്ധിയാണ് കുറച്ചത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. 326 ഇതിന് പറയുന്ന ആർട്ടിക്കിൾ. അടുത്ത് നോക്കിയാൽ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. എന്താണ്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. എത്ര ഘട്ടങ്ങളുണ്ടെന്ന് നോക്കിയേ? 1
2, 3, 4, 5, 6, 7, 8 8 ഘട്ടങ്ങളും പഠിക്കാം. എന്താണ് ഫസ്റ്റ് ഘട്ടം? കോമൺ സെൻസ് വെച്ച് ലളിതമായി പഠിക്കുക. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. തിരഞ്ഞെടുപ്പ് നടത്തണമല്ലോ, അപ്പോൾ അവിടെ എന്ത് വേണം? ഉദ്യോഗസ്ഥർ വേണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. അടുത്തത് വിജ്ഞാപനം ഇറക്കൽ, അതായത് നോട്ടിഫിക്കേഷൻ വരും. എന്താണ്? ഇലക്ഷനുള്ള നോട്ടിഫിക്കേഷൻ, തിരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വരും രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്താണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. അപ്പോൾ എന്ത് ചെയ്യും? മത്സരാർത്ഥികൾ എന്ത് ചെയ്യും? ഇലക്ഷൻ കമ്മീഷന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അവർക്ക് ഇന്നതാണ് ആവശ്യം, ഇന്നതൊക്കെ ഞാൻ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും, കൂടാതെ എൻ്റെ വസ്തുവകൾ ഇത്രയാണ്, അതിനൊക്കെ കുറേ റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അടുത്ത് എന്ത് ചെയ്യും? പത്രിക അവരെന്ത് ചെയ്യും? സൂക്ഷ്മ പരിശോധന നടത്തും. ഓക്കെ, ഇതിൽ പറഞ്ഞേക്കുന്ന എല്ലാം ശരിയാണോ എന്നൊക്കെ എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? സൂക്ഷ്മ പരിശോധന നടത്തും. അടുത്ത് എന്ത് ചെയ്യും? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ, അതായത് ആദ്യം കൊടുത്തിട്ട് പിൻവലിക്കാൻ സാധ്യതയുള്ളവരെല്ലാം പിൻവലിക്കാനുള്ള ഒരു സെഗ്മെൻറ്റ് കൊടുക്കും. അടുത്ത് നോക്കിയേ, അടുത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം. ഓക്കെ, അതും നമുക്കറിയാം. പിന്നെ അടുത്തത് വോട്ടെടുപ്പ്, അത് കഴിഞ്ഞ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതെല്ലാം സിമ്പിളാണ്, കോമൺ സെൻസ് വെച്ച് പഠിക്കുക എന്നുള്ളത്. ലളിതമായി പഠിക്കുക. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും, അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും, അത് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, അതെന്ത് ചെയ്യും? സൂക്ഷ്മ പരിശോധനയ്ക്ക് നടത്തും. പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ളവർക്കെല്ലാം പിൻവലിക്കാം. പിന്നെന്ത് പറയുന്നു? തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, പിന്നെന്താ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. 8 പോയിൻറ്റ്. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ SCERT-യിൽ 6 പോയിൻറ്റേ ഉള്ളായിരുന്നു. എനിക്കൊന്നും ഇതില്ലായിരുന്നു, പ്രചരണവും ഇല്ലായിരുന്നു. ബാക്കി എല്ലാ പോയിൻ്റും ഉണ്ട്. ഇപ്പോൾ 8 പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 8 പോയിൻറ്റും പഠിച്ചു വയ്ക്കുക. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും, നാമനിർദ്ദേശ പത്രിക, പിന്നെ സൂക്ഷ്മ പരിശോധന, പിന്നെ പിൻവലിക്കൽ, പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, അത് കഴിഞ്ഞ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, 8 പോയിൻറ്റ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്തിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. നമുക്കറിയാം. ഇതിന് പുറമെ മറ്റു ചില ധർമ്മങ്ങളും തിരഞ്ഞെടുപ്പുകൾ കൊണ്ട്. ജനാധിപത്യത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന് പറഞ്ഞു, നമ്മളൊരു 6 പോയിന്റ് പറഞ്ഞു, അത് കൃത്യമായി പഠിച്ചു വയ്ക്കുക. അടുത്ത് നോക്കി, തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. എന്താണ്? ഗവൺമെൻറ് രൂപീകരിക്കുന്നു. തിരഞ്ഞെടുപ്പിലൂടെയാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത് നമുക്കറിയാം. അടുത്ത് പറയുന്നത് എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, എല്ലാവർക്കും മത്സരിക്കാം. ഓക്കെ, എല്ലാവർക്കും അതിന് എന്ത് ചെയ്യാം? എല്ലാവർക്കും പ്രായഭേദമന്യേ വോട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയുക? ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. നല്ല ഭരണകർത്താക്കളെ വളർത്തിയെടുക്കാൻ എന്ത് സഹായിക്കുന്നു? തിരഞ്ഞെടുപ്പ് സഹായിക്കുന്നു, ഇല്ലേ? അതെ. പിന്നെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു മേജർ സോഴ്സാണത് തിരഞ്ഞെടുപ്പ്. അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. അടുത്തത് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഓക്കെ, നമുക്ക് ആപ്റ്റായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത് വോട്ടെടുപ്പാണ്. ഓക്കെ, വോട്ടെടുപ്പിലൂടെയാണ് എന്തൊക്കെ നടക്കുന്നത്? ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കുന്നു, ഭരണകർത്താക്കൾ എന്ത് ചെയ്യുന്നു? വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കപ്പെടുന്നു. 5 പോയിന്റ്. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളും ജനാധിപത്യത്തിൻ്റെ ധർമ്മങ്ങളും പഠിച്ചു. ഈ രണ്ടും എക്സാമിന് ചോദിക്കാൻ പറ്റിയ പോയിൻറ്റ്സാണ്. അപ്പോൾ എല്ലാം കൃത്യമായി പഠിക്കുക. അടുത്ത് നോക്കിയേ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് പറയാൻ പോകുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റിൽ എന്തൊക്കെ ഉൾപ്പെടും? ലോകസഭ, രാജ്യസഭ, പിന്നെ കൂടാതെ നമ്മുടെ നിയമനിർമ്മാണ സഭ, പാർലമെൻറ്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. ഇത് എന്തിനാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പദവികൾ? ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെന്താ പറഞ്ഞേ? സംസ്ഥാന നിയമനിർമ്മാണ സഭ, പിന്നെ പാർലമെൻറ്റ്, രാജ്യസഭയിലേക്കും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും, പിന്നെന്താ പറഞ്ഞേ? സംസ്ഥാന നിയമനിർമ്മാണ സഭ, പിന്നെ പാർലമെൻറ്റ്, ലോക്സഭയും രാജ്യസഭയും ചേർന്നാണ് പാർലമെൻറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇങ്ങനെ സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കാണ്. അത് പ്രത്യേകിച്ച് പഠിക്കുക. ഓക്കെ, 3 അംഗങ്ങളുള്ള, എത്ര അംഗങ്ങളാണുള്ള? 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 3 അംഗങ്ങളാണുള്ളത്. 3 അംഗങ്ങൾ ആരൊക്കെയുണ്ട്? ഒരു ചെയർപേഴ്സണും ബാക്കി 2 അംഗങ്ങളുമാണുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഈ 3 പേരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഈ 3 പേരെയും നിയമിക്കുന്നതെന്നും പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. 1950 ജാനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത് ആരാണ്? അംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ചെയർപേഴ്സൺ, 2 അംഗങ്ങളാണ്. അവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്താണ് ചുമതലയെന്ന് വെച്ചാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും കൂടാതെ എന്നിങ്ങനെ സംസ്ഥാന നിയമനിർമ്മാണ സഭ, പാർലമെൻറ്റിലേക്കും സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതും ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്
ബേസിക് പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞത്. ഇത് മാത്രം പഠിച്ചാൽ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു എക്സാമിന് പോയാൽ നമ്മൾക്ക് ഇതിൽ നിന്നുള്ള പോയിൻറ്റ്സ് ഉറപ്പായിട്ടും കാണും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കിയുള്ള ക്ലാസ് ബേക്കിൽ നിന്ന് വരും. ഇത് വൃത്തിയായിട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് നിങ്ങളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഈ പോയിൻറ്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് മാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നല്ലതായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.